CPM-നാണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ 2 നിയോജക മണ്ഡലത്തിൽ പാഷാണം വർഗിയുടെ റോളാണ്. അവിടെ പാഷാണം വർഗി അറിയാമല്ലോ, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രം. അവിടെ ചെന്നപ്പോൾ പറയുന്നത് ഒന്ന്, വടകരയിൽ ചെന്ന് പറയുന്നത് ഒന്ന്, തിരുവനന്തപുരത്ത് പറയുന്നത് കോഴിക്കോട് പറയുന്നത് വേറൊന്ന്. കോഴിക്കോട് തന്നെയുള്ള 2 നിയോജക മണ്ഡലങ്ങളിൽ വീടുകളിൽ ചെല്ലുമ്പോൾ CPM പാഷാണം വർഗിയായി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥാപാത്രമായി മാറുന്ന രസകരമായ കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇനി CPM പ്രവർത്തകർ ബോംബ് നിർമ്മിച്ചവൻ സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്ന പടമാണ്. ഏത് കോൺഗ്രസ്സുകാരനാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പറയാത്ത ഞങ്ങളുടെയൊക്കെ ഭാഗ്യം. പാനൂരിൽ ബോംബുണ്ടാക്കിയവൻ തള്ളിപ്പറയാൻ ഇത്ര മടിയുണ്ടോ? അപ്പോൾ പാർട്ടിക്കാരനാണ്, പാർട്ടിയുടെ പ്രവർത്തകനാണ്. ബോംബുണ്ടാക്കി അവൻ്റെ ആൾ മരിച്ചു കഴിഞ്ഞ് ഒരുത്തൻ്റെ കയ്യും പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയും ഇപ്പോൾ അവനും പാർട്ടിയായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. സ്ഥാനാർത്ഥിയുടെ കൂടെ നിൽക്കുന്ന പടം വന്നിട്ട് 48 മണിക്കൂറായില്ല ബോംബുണ്ടാക്കിയവൻ. അപ്പോൾ ഇവർ ആരെയും തള്ളിപ്പറയും. പാനൂരെല്ലാം എല്ലാ കാലത്തും ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നത് CPM-ആണ്. CPM-ഉം RSS-ഉമായിട്ട് യാതൊരു സംഘർഷവും ഇപ്പോൾ ഇല്ല. അതെല്ലാം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും RSS നേതാക്കളും ശ്രീ M-ൻ്റെ മധ്യസ്ഥതയിൽ എല്ലാം തീർത്തു. അപ്പോൾ ബോംബുണ്ടാക്കുന്നത് ഞങ്ങളെ കൊല്ലാനാണോ? അപ്പോൾ തിരഞ്ഞെടുപ്പ് അടുക്കുന്നതോറും ബോംബ് നിർമ്മാണം കുടിൽ വ്യവസായം പോലെ കണ്ണൂർ ജില്ലയിൽ വ്യാപിപ്പിക്കുകയാണ്. ഇതിനെല്ലാം മുഖ്യമന്ത്രിയും പോലീസും എല്ലാം കുടപിടിച്ചു കൊടുക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ, ഈ ബോംബ് നിർമ്മാണം നടക്കുന്നതെന്നും കേരളത്തിലെ പോലീസ് അറിയുന്നില്ലേ? പോലീസിൻ്റെ ജോലി എന്താണ്? പോലീസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോൾ ഒരു വശത്ത് അക്രമം, മറുവശത്ത് പീഡനവീരന്മാരുടെ കൂടെ, മനസ്സിലായില്ലേ, സാധാരണക്കാരെ മുഴുവൻ അപമാനിക്കുകയും അവർക്ക് അരക്ഷിതത്വം ജീവിതത്തിൽ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്ന നടപടിയായിട്ടാണ് ഗവൺമെൻറ് പോകുന്നത്. എനിക്ക് മുഖ്യമന്ത്രിയോടും ഭരണകൂടത്തോടും പറയാനുള്ളത്, കേരളം ഇതെല്ലാം കാണുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. അത്രമാത്രമേ. രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ഉണ്ടല്ലോ, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇത് അറബിക്കടലിൽ എറിയും, CAA നിയമം, പൗരത്വ നിയമം അറബിക്കടലിൽ എറിയുമെന്ന് പറയുന്നു. പിന്നെ കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിലെ 8ാമത്തെ പേജ് നോക്കിയാൽ മതി. മതഭാഷാ ന്യൂനപക്ഷങ്ങളെ പൂർണ്ണമായി ഭരണഘടനാപരമായി സംരക്ഷിക്കുക എന്നുള്ളത് കോൺഗ്രസിൻ്റെ നിലപാട്. ഇത് ഭരണഘടനയുടെ മൗലികാവകാശങ്ങളിൽപ്പെട്ട 14ാം വകുപ്പിൻ്റെ ലംഘനമാണ് പൗരത്വ നിയമം എന്നാണ്. അപ്പോൾ ഭരണഘടനാപരമായ സംരക്ഷണം മതന്യൂനപക്ഷങ്ങൾക്ക് പൂർണ്ണമായി കൊടുക്കും എന്ന് വ്യത്യസ്തമായ വിഷയങ്ങളിൽ വളരെ വിശദമായി ഇതുവരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പ്രകടന പത്രികയിൽ പറയാത്ത തരത്തിൽ അവർക്കുള്ള സംരക്ഷണം പ്രകടന പത്രികയിലെ 8ാമത്തെ പേജിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്.